നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. അധ്യാപകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. കുഞ്ഞുങ്ങളെ ചൈൽഡ് റയറിങ് അത് രക്ഷിതാക്കൾക്കാവട്ടെ അധ്യാപകർക്കാവട്ടെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോഴായ പിന്നെ രക്ഷിതാക്കളൊക്കെ കൺഫ്യൂസ്ഡാണ്. അതിലേറെ കൺഫ്യൂസ്ഡാണ് അധ്യാപകരും. ഏത് തരത്തിലെ കറക്റ്റീവ് മെഷേഴ്സാണ് അവലംബിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷനാണ് കൂടുതൽ. വളരെ കൺവീനിയൻ്റ്ലി, വളരെ സൗകര്യപൂർവം കുഞ്ഞങ്ങനെ ചെയ്യാമോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇഷ്ടമായിട്ടായിരിക്കില്ല, വളരെ ആശയക്കുഴപ്പത്തിലാണ്. കാരണം സ്കൂൾ സിസ്റ്റത്തിലെ അലിഞ്ഞു ചേരാത്ത വിദ്യാർത്ഥി വേണ്ട എന്നുള്ള നിലപാടാണ് അധ്യാപകർക്കൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ സ്കൂൾ സിസ്റ്റം കർവ്സ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്സ്. ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് കുട്ടികളുടെ വൈയക്തികമായിട്ടുള്ള സ്കിൽസൊക്കെ കേർബ് ചെയ്യും, കരണ്ട് തിന്നും അതിനൊക്കെ. ക്രിയേറ്റിവിറ്റി ഫ്ലറിഷ് ഓൺലി ഇൻ എൻ എൻവയൺമെൻറ്റ് ഓഫ് ഫ്രീഡം. സ്വതന്ത്രമായ വാതായനത്തിലെ നൈസർഗികത ഉണ്ടാവുള്ളൂ. സൃഷ്ടിപരമായ കഴിവുകളൊക്കെ വളരണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം, തർക്കമില്ല. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ റാഡിക്കലും വിപ്ലവകരമായതും നൂതനവുമായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അധ്യാപകരാണെങ്കിൽ അപ്ഡേറ്റഡ് ആകുന്നുമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അധ്യാപകർ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നില്ല, വരാൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം വിദ്യാലയങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ മജോറിറ്റി ഓഫ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എയ്ഡഡ് സെക്ടറിലാണ്, മേഖലയിലാണ്. അത് വോട്ട് ബാങ്കുമാണ്. 1957 കമ്മ്യൂണിസ്റ്റ് ഫസ്റ്റ് ഇലക്റ്റഡ് മിനിസ്ട്രി അവർ അധ്യാപക നിയമനമെല്ലാം PSCക്ക് വിടുക എന്നുള്ളൊരു സംഗതി അവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനൊരു നിലപാട് അവരെടുത്തു, ഒരു ബില്ല്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം റാഡിക്കൽ പാർട്ടി, വിപ്ലവ പാർട്ടി സാമ്പ്രദായിക പാർട്ടിയായി. ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാമോ അങ്ങനെയൊക്കെ പ്രീണനം നടന്നുകൊണ്ടേയിരുന്നത് കൊണ്ട് എയ്ഡഡ് മേഖല തഴച്ചു വളർന്നു. അതുകൊണ്ട് തന്നെ പണച്ചാക്കുകൾ മാത്രം അധ്യാപകരായി. അവരെ ചുമക്കേണ്ട ബാധ്യത നികുതിദായകനും അവരുടെ ആന്ത്യം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും തലമുറകളായി പകർന്നു പോകുന്നു. പിന്നെ സമൂഹം എങ്ങനെ നന്നാവും? ഈ അധ്യാപകൻ എന്ന് പറയുന്നാൽ സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ, സാമൂഹിക നിർമ്മിതിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകരെ.
അവിടെ നല്ലവർ വന്നില്ല. പണത്തിൻ്റെ മിടുക്കുകൊണ്ട് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധതയാണ് അവിടെ നടക്കുന്നത്. തികഞ്ഞ ജനാധിപത്യ വിരുദ്ധത പിൻവാതിലിലൂടെ കയറി വരികയാണ്. ജനാധിപത്യത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കേണ്ട ഇടങ്ങളിൽ തന്നെ ജനാധിപത്യ വിരുദ്ധത നടക്കുന്നു. എത്ര അർഹരെ തഴഞ്ഞിട്ടാണെന്നറിയോ പണച്ചാക്കുകൾക്ക് അവസരം കൊടുക്കുന്നത്? അപ്പോൾ കുട്ടി ആദ്യം പഠിക്കുന്നത് എന്താ? ഈ പിൻവാതിലിലൂടെ വരുന്ന കള്ളത്തരത്തിലൂടെ വരുന്ന അധ്യാപകരെ കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് നന്നാവുക? അവർക്ക് അച്ഛൻ്റെയോ അമ്മാനച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മായിയമ്മയുടെയോ ഒക്കെ പണത്തിൻ്റെ തിണ്ണമിടുക്ക് ആണ് അവരുടെ ജോലി. അവർക്ക് കറക്റ്റീവ് മെഷേഴ്സ് എങ്ങനെയാണെന്നൊന്നും അറിയണമെന്നില്ല, വിവരമൊന്നും ഉണ്ടാവണമെന്നില്ല, വിമലീകരണ പ്രക്രിയ അറിയില്ല. കുട്ടിയുടെ തെറ്റ് കണ്ടാൽ അത് നെഗറ്റീവ് കേപ്പബിലിറ്റിയാണ്. ആ നെഗറ്റീവ് കേപ്പബിലിറ്റിയെ എങ്ങനെ സബ്ലിമേറ്റ് ചെയ്യാം എന്നുള്ളത് അറിയാത്ത അധ്യാപകർക്ക് എങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും? അവർ സൗകര്യപൂർവ്വം അപ്പോൾ ഒരു തെറ്റ് ചെയ്ത കുട്ടിയെ വീഡിയോ ടു ബി ഓൺ ദ സേഫസ്റ്റ് സൈഡ് അവർ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. കുട്ടി തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുക, വീഡിയോ പിടിക്കുക. വീഡിയോ പിടിച്ചിട്ട് എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ടു ബി ഓൺ ദ സേഫസ്റ്റ് സൈഡ്. അവിടെ കുട്ടി കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? കുട്ടി വിമലീകരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കുട്ടികളെ നന്നാക്കാൻ എങ്ങനെ എന്ന് പറഞ്ഞ് തല പുണ്ണാക്കി ആലോചിക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ല അധ്യാപകർ എങ്ങനെയാണ് ഇവിടേക്ക് വരേണ്ടത്, അവരെങ്ങനെയാണ് ഇങ്ങോട്ട് വരുത്തേണ്ടത്. ഏതോ സിമ്പിൾ ഉത്തരം, വളരെ ലളിതമായ ഉത്തരം: അധ്യാപക നിയമനം PSCക്ക് വിടുക. യാതൊരു വക റിസർവേഷൻ മാനദണ്ഡങ്ങളും ഇല്ലാതെയുള്ള നിയമനം തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. 57 കഴിഞ്ഞ് ഇപ്പോൾ 2024-25 ചെറുവിരൽ അനക്കിയിട്ടില്ല മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മത്സരിച്ച് പ്രീണിപ്പിക്കുകയാണ് മാനേജ്മെൻറ്റിനെ. സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്ഥാപനങ്ങളിലേക്കുള്ള സർക്കാർ ഫണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിന് കൊടുക്കുന്നേക്കാൾ മുന്നേ ഞങ്ങൾ എയ്ഡഡ് സെക്ടറിലേക്ക് കൊടുത്തു എന്ന് വീമ്പ് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്ററെ ഞാൻ ആരാധിച്ചിരുന്ന ഒരു മിനിസ്റ്ററായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കേട്ടിട്ടുണ്ട്. മുണ്ടശ്ശേരി മാഷി ഇരുന്ന കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീമ്പ് പറയുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് അവരുടെ UDF ഭരണത്തിൽ നമുക്ക് അത്രയും പ്രതീക്ഷിക്കാനില്ലല്ലോ, ഇത്രയല്ലേ പ്രതീക്ഷിക്കാനുള്ളൂ. പക്ഷേ സമത്വം സോഷ്യലിസം പറയുന്ന ആൾക്കാർ ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഈ സംവിധാനത്തിന് അറുതി വരാതെ ഇവിടെ റിഫൈൻമെൻ്റ് ഉണ്ടാവില്ല. കുട്ടീനെ അവനെ കണ്ടാൽ തന്നെ കഞ്ചാവടീൻ്റെ ചായയുണ്ട്, അവൻ ലഹരിയാണ്, അവൻ മറ്റതെടുത്തിട്ടാണ്. ഈ ലഹരി കുട്ടി കഞ്ചാവ് കൃഷി നടത്തുന്നൊന്നുമില്ലല്ലോ. കുട്ടി കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ടോ? അപ്പോൾ സിസ്റ്റം എവിടെയോ ചീഞ്ഞു നാറുന്നില്ലേ? അതെങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിലെത്തുന്നു? കുട്ടി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഫെഡറേഷൻസ് ഒക്കെ കൂടി ഒരുമിച്ചിട്ട് എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്നുണ്ടോ? അവരെ വിദ്യാലയത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടല്ലേ അത് സംഭവിക്കുന്നത്. അതെന്താ? അത് കുട്ടിയുടെ തലയിൽ ഈ പുതിയ തലമുറ ഒന്നിനും കൊള്ളില്ല. അവർ ലഹരിയാണ്, അവർ കഞ്ചാവാണ്. ഇനി അത് അങ്ങനെ നടന്നാൽ തന്നെ അവരെ ചാനലൈസ് ചെയ്യണ്ടേ? റൈറ്റ് എനർജി ചാനലൈസേഷൻ നടക്കണ്ടേ? എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? കോമ്പിറ്റൻറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഇല്ല, അവരുടെ അഭാവമാണ്. പണത്തിൻ്റെ മിടുക്ക് കൊണ്ട് വരുന്ന അധ്യാപകർക്ക് ഒരിക്കലും സബ്ലിമേഷൻ പ്രോസസ്സ് അറിയില്ല. സബ്ലിമേഷൻ പ്രോസസ്സ് അറിയാത്ത അധ്യാപകർക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. കുട്ടിയെ അടിച്ചിട്ട് ഈ എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് ബ്ലൂ
അച്ചാലും മുച്ചാലും ഇട്ടിട്ട് അടിച്ച് കൊല്ലാനുള്ള അത്രയും പ്രിമിറ്റീവ് പ്രാകൃതമായ കറക്ഷൻ മെഷേഴ്സൊക്കെ തന്നെ അറിയുള്ളൂ. ഞങ്ങൾ മഹാസംഭവങ്ങളാണെന്ന് പറഞ്ഞ് നടക്കാനേ അറിയുള്ളൂ. അതുകൊണ്ട് ഭരണകൂടം ആദ്യം തന്നെ അത് തലമുറയുടെ തെറ്റാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, കുഞ്ഞുങ്ങളെ പരസ്യമായി നാണം കെടുത്തുകയല്ല വേണ്ടത്. അധ്യാപകരെല്ലാവരും അത് അവർക്ക് റെക്കോർഡ് ചെയ്യാമായിരുന്നു, ഡോക്യുമെൻ്റ് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇത് ഡോക്യുമെൻ്റ് ചെയ്തേ പറ്റുള്ളൂ. ഡോക്യുമെൻ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലല്ല ഇടേണ്ടത്, അത് കൃത്യമായി സാമൂഹ്യക്ഷേമ വകുപ്പിന് എത്തിക്കണം, പോലീസ് അതോറിറ്റീസിന് എത്തിക്കുക, നമ്മുടെ കയ്യിലും വെക്കുക. ആവശ്യം വരുമ്പോൾ ഇതാണ് സംഗതി എന്ന് പറയുക. അതല്ലാതെ കുട്ടിയെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഈ സ്വല്ലം അങ്ങോട്ട് ഒഴിവാക്കണം, ഈ ശല്യം അങ്ങോട്ട് ഒഴിവാക്കണം. വേണ്ട, പിടിച്ചു നമുക്ക് പുറത്ത് കളയാം, നമുക്ക് ഒപ്പം പോകാത്തവരെ കണ്ട് പിടിച്ചു കളയാം. നമുക്ക് ഡിസിപ്ലിനാണ് വേണ്ടത്, നമുക്ക് യൂണിഫോമിറ്റിയാണ് വേണ്ടത്. അല്ലാതെ വേറിട്ട് നിൽക്കുന്ന ഒരാൾക്കാരെയും നമുക്ക് വേണ്ട, കൂട്ടം തെറ്റി മേയുന്നവരെയും നമുക്ക് വേണ്ട. അവിടെയാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ വരുന്നത്. കൂട്ടം തെറ്റി മേയുന്നവരെ നമുക്ക് വേണം, അവരെ റീട്രാക്ക് ചെയ്യണം, മെയിൻ സ്ട്രീമിലേക്ക് റീട്രാക്ക് ചെയ്യണം. അതിന് കുറച്ച് വിവരം വേണം. വിവരമുള്ള അധ്യാപകർ വരണമെങ്കിൽ, സബ്ലിമേഷൻ പ്രോസസ്സ് അറിയുന്ന അധ്യാപകർ വേണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിർബന്ധം. ഒരു പ്രത്യേക പരീക്ഷാ പേപ്പർ ഒരു പ്രത്യേക സമയത്ത് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ട് വേണമെങ്കിൽ എല്ലാവരെയും കുടുംബത്തിലെ ആൾക്കാരെ അധ്യാപകരായിട്ട് കയറ്റാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് ചില പരീക്ഷകൾ നടത്തും. ചില ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന ടേമിലെ ക്വസ്റ്റ്യൻ, ഇന്ന ഡിഗ്രിയിലെ ഇന്ന ബാച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ലിറ്ററേച്ചർ വെച്ചിട്ട് ഇട്ട് കൊടുക്കും. അത് പഠിച്ച് വന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെയല്ല. ഒരു അധ്യാപകർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, മെത്തഡോളജി പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി കൃത്യമായി നല്ല മുഖ്യധാര പരീക്ഷയുള്ള പബ്ലിക് പൊതുപരീക്ഷയിലെ കൊണ്ട് നിയമിക്കുന്ന അധ്യാപകർ ഉണ്ടായാൽ എല്ലാം ശരിയാവും. അല്ലാതെ കോഴ കൊടുത്ത് 50 ലക്ഷം 1 കോടിയും കോഴ കൊടുത്ത് വരുന്ന അധ്യാപകർക്ക് സബ്ലിമേഷൻ പ്രോസസ്സ് അറിയില്ല. അവരെ കയ്യിൽ നമ്മുടെ കുഞ്ഞിനെ ഏൽപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. സർക്കാർ ഇനിയും ഇത്തരം കാര്യങ്ങളിൽ എന്താ പറയുക, കണ്ടില്ലെന്ന് നടിക്കരുത്. ഇനിയെങ്കിലും അധ്യാപക നിയമനം PSCക്ക് വിടുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം.